എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ ഞാൻ പറഞ്ഞത്? മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഔറത്ത് വല്ലാതെ സൂക്ഷ്മതയായിരുന്നു. അങ്ങനെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം. അങ്ങനെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാത്ത ലജ്ജയായിരുന്നു. അവിടെ നിന്ന് ചരിത്രം പറയുന്നു, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കാം. അവിടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ ആയിഷ ബീബിയുടെ മടിത്തട്ടിൽ കിടക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കമീസ് ഒരൽപ്പം പൊങ്ങിക്കിടക്ക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കിടക്കാന്നല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ കമീസ് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിക്ക. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നു വന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു, അടുത്തു വന്നിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അവിടെ നിന്ന് തിരിച്ചുപോയി. പ്രവാചകൻ അനങ്ങിയത് പോലും ഇല്ല, അങ്ങനെ തന്നെ കടന്നു. കുറെ സമയം കഴിഞ്ഞു. അതാ വരുന്നു മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അവിടെ നിന്ന് സലാം പറഞ്ഞു. പ്രവാചകൻ അങ്ങനെ തന്നെ കടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുത്തു വന്നിരുന്ന പ്രവാചകനോട് പറയാറുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടെ നിന്ന് കുറെ സമയം കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഇറങ്ങിപ്പോയി. അതാ കുറെ സമയം കഴിയുമ്പോൾ അതാ മൂന്നാമനായി വരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുന്ന ഉസ്മാനാണ് കടന്നു വരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ളാഹി എഴുന്നേറ്റിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കിടന്ന പ്രവാചകൻ എഴുന്നേറ്റിട്ട് ആ പൊങ്ങിയിരുന്ന വസ്ത്രമങ്ങ് നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് സലാം പറഞ്ഞു. വീടിന്റെ അകത്ത് കയറി വന്നു. പ്രവാചകന്റെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുകയാണ്. അവിടെ നിന്ന് സംസാരം കഴിഞ്ഞിറങ്ങി പോകുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തു പറ്റി നബിയേ, എന്തു പറ്റി നബിയേ? എന്റെ വാപ്പ വന്നപ്പോഴങ്ങ് അതുപോലെ കിടന്നല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോ മാത്രം എന്തിനാണ് നബിയെ എഴുന്നേറ്റിരുന്നത്? എന്തിനാണ് അങ്ങയുടെ വസ്ത്രം നേരെയിട്ടത്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ആയിഷ, നിനക്ക് ഉസ്മാനെ കുറിച്ചറിയില്ലേ? ഉസ്മാൻ വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയുള്ള സ്വഹാബിയാ. ഈ ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അള്ളാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തിയെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഉസ്മാൻ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ കാര്യം ലജ്ജയാണ്. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അല്ലാഹുവേ, മദ്രസയിൽ പഠിക്കുമ്പോൾ ലജ്ജ ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് ഞാനും നിങ്ങളും പഠിച്ചിട്ടുള്ളവരാ. പക്ഷേ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്രയാണത് സൂക്ഷിക്കാറുള്ളത്? നമ്മുടെ ഭാര്യയാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ കൂടപ്പിറപ്പുകളാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ നാട്ടുകാരുടെ കാര്യം പറയുന്നത്? എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയാണ് നമ്മൾ ലജ്ജ സൂക്ഷിക്കുന്നത്? ഔറത്തുകളെ കാണിക്കുന്നതിൽ എന്തെങ്കിലും ഒരു നാണമുണ്ടോ? ഔറത്ത് കാണിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ആണുങ്ങളുടെ ഔറത്ത് ഏതാപ്പ? ആണുങ്ങളുടെ ഔറത്ത് ഏതാ? പറ. ഇവിടെ ഈ മുണ്ട് മടക്കി കൊടുത്തുന്നൊരു സ്വഭാവം ഉണ്ട്, കണ്ടിട്ടുണ്ടാ? ഓന്റെ ഔറത്ത് ഏതായിരിക്കും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവന് ചില ചങ്ങാതിമാര് മുണ്ടും മടക്കി ഉടുത്തുന്നത് കണ്ട ഓന്റെ അണ്ടർവെയർ വരെ വെളിക്കണം. അങ്ങനത്തെ ഉടുത്തുടി ഓന് എന്ത് ഔറത്തിപ്പ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മക്കള്
രാത്രി കാലങ്ങളിലൊക്കെ ഒരു കള്ളം കയറണം. എവിടെങ്കിലും ഒരു കള്ളം കയറി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ നിൽക്കുക, രാത്രി എങ്ങാണ് ഒരു സംഭവം ഉണ്ടായിട്ട് ഈ വീടിന്റെ അകത്തിരിക്കുന്നവർ മുഴുവനും പുറത്തിറങ്ങിയ ഉള്ള അവസ്ഥ, ചെറുപ്പക്കാരൊക്കെ ഇട്ടിരിക്കുന്നത് കാണണം. പടച്ചോനെ എന്താ ഇത്രയും സാധനം, അതിനെന്താ ഇപ്പൊ പറയാ? അതിന് ഷഡി എന്ന് പറയത്തില്ല, വേറെന്തോ പേര് പറയും. എന്താ വെറും പോടാ, പുതിയ പേര്. അതിന് പഴയൊരു പേരുണ്ട്, ഞാൻ പറയുന്നില്ല. പഴയ ആൾക്കാരെന്തോ ഒരു പേര്, എന്താ പറയാ, പേര് പറയും. ആലോചിക്ക്. വാപ്പ അത് നോക്കണം. വാപ്പ നിക്കണ കോലം വേറെ, ഉമ്മ നിക്കണ കോലം വേറെ, മോൻ നിക്കണത് പ്രായപൂർത്തിയായി 18, 20 ഉള്ളവെന്താ ഇത്രയുള്ള നിക്കറിട്ടോണ്ടാ നിക്കണേ. ഇവൻ എന്ത് ലജ്ജയിപ്പാ, ഇവൻ എന്ത് ലജ്ജയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോ പോലും നീ നിന്റെ ഔറത്ത് കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് കുളിക്കുമ്പോഴാകട്ടെ, ഏത് സമയമാകട്ടെ, ആ സമയത്ത് പോലും നമ്മൾ നമ്മളുടെ ഔറത്തുകൾ സൂക്ഷിക്കണമെന്ന് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത് വെറുതെ അല്ല. മുട്ടുമക്കളിന്റെ ഇടയിലുള്ള തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ലജ്ജ വേണം സഹോദര ജീവിതത്തിൽ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലജ്ജ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അത് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിലൊന്ന് തൊട്ടതിന് ശേഷം, പ്രവാചകനെ മുസാഫഹത്ത് ചെയ്തതിന് ശേഷം, എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈകൊണ്ട് തന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. ബാത്റൂമിൽ പോയൊക്കെ ശുദ്ധീകരിക്കുമ്പോ ആലോചിച്ച് നോക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വലത് കൈകൊണ്ട് നാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതാ. ഖുർആൻ ഓതുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വലത് കൈകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും തലതാഴ്ത്തി, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി എന്ന് ചരിത്രം പറയുമ്പോ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ ഒരു ഗുണമായിരുന്നു. രണ്ടാമതായിട്ട് അവിടുന്ന് പ്രവാചകൻ പറയുകയാ, ഉസ്മാൻ തങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. ഉസ്മാൻ നബിക്ക് അല്ലാഹു കൊടുത്ത ഒരു വലിയ ഭാഗ്യമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടിയ രണ്ടാമത്തെ ഭാഗ്യം എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളുടെ പേരെങ്ങനെയാണ്? ദുന്നൂറൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ച പേരാണ്, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ച പേരാണ്. വെള്ളിയാഴ്ച ദിവസം ജുമുഅയ്ക്ക് ഖുതുബ ഓതുമല്ലോ. വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബ. ആ ഖുതുബയ്ക്കകത്ത് അബൂബക്കർ തങ്ങളുടെ പേര് പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേര് പറയും, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറയും. മരുമക്കളുടെ നേതാവ് എന്നാ ഖുതുബയിൽ പറയണേ. നമ്മളൊക്കെ ഇരുന്ന് ഉറങ്ങണ സമയം അതില്ലേ. രണ്ടാമത്തെ ഖുതുബ ഓതുമ്പോ തൂക്കിടാ. കാരണം ആകെ ഉറങ്ങാൻ കിട്ടിയിരിക്കുന്ന സമയം അപ്പോഴാ, രാത്രിയല്ല. അവൻ എപ്പോഴും ചിന്ത 12:30 രാത്രി 1 മണിയാണെന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, ദുന്നൂറൈൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, രണ്ട് പ്രകാശത്തിന്റെ ഉടമ. എന്റെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രം കിട്ടിയ ഭാഗ്യം ലോകത്തിത് അവകാശപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഒരു പ്രവാചകൻ, ഒരു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ലോകത്ത് ഒരു പ്രവാചകന്റെയും 2 മക്കളെ വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല. ലോകത്ത് ഒരു പ്രവാചകന്റെയും 2 പെൺമക്കൾ, അത് ആദം നബി മുതലുള്ള ചരിത്രം എടുത്തു നോക്ക്, ഒരു പ്രവാചകന്റെയും 2 മക്കൾ ആരും വിവാഹം കഴിച്ചിട്ടില്ല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പ്രവാചകന്റെ 1ാമത്തെ മകള് മഹദിയായ റുഖിയ റളിയല്ലാഹു തആല അൻഹ, പ്രവാചകൻ 1ാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുത്തു. അവസാനം ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്ത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹ, ഉസ്മാൻ തങ്ങളുടെ ഭാര്യ മുത്തുനബിയുടെ മകള് സുഖമില്ലാതെ കിടക്കുകയാ. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തി എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനും വരുന്നുണ്ട് യുദ്ധത്തിന്. ഉസ്മാനെ, നീ വരണ്ട, ഭാര്യ, എൻ്റെ മകള് സുഖമില്ലാതെ കിടക്കുകയാ, നീ ഭാര്യയുടെ ചാരത്ത് പോയി നിൽക്ക്. നീ യുദ്ധത്തിന് വന്നില്ലെങ്കിലും നീ ബദറിൽ പങ്കെടുത്തവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്ക് തരുമെന്ന് മഹാനായ സയ്യിദുനാ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ബദറിൽ പങ്കെടുക്കാതെ, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ബദരീങ്ങളുടെ കൂട്ടത്തിൽ വന്ന സഹാബിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. കാരണം മുത്തുനബി പറഞ്ഞു, എൻ്റെ മകള് റുഖിയ സുഖമില്ലാതെ കിടക്കുന്നു, നീ ഭർത്താവാണ്, ഭാര്യയുടെ ചാരത്ത് നിൽക്കേണ്ട സമയം അടുത്ത് നിൽക്കാൻ. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അപ്പോ ഒന്നാമത്തെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു റുഖിയ ബീവി. റുഖിയ ബീവി മരണപ്പെട്ടു. റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ തങ്ങളെ വിളിച്ചിട്ട് രണ്ടാമത്തെ മകള് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു കൊടുത്തു. രണ്ടാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ മഹദിയും മരണപ്പെട്ടു. പിന്നെ ആരെങ്കിലും കെട്ടിച്ചു കൊടുക്കോപ്പാ? ഒന്ന് ചിന്തിക്ക്. അപ്പം പറയും പെണ്ണ് വാഴൂല. ഇതാ നമ്മൾ പറയണേ, ഒരു ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യ വല്ലവന്റെ മകളാകട്ടെ, ഒന്നാമത്തെ ഭാര്യയും മരിച്ചു, രണ്ടാമത്തെ ഭാര്യയും മരിച്ച നമ്മൾ എന്ത് പറയും? അവന് പെണ്ണ് വാഴൂല. നമ്മൾ പിന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, എനിക്കൊരു മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ വിവാഹം കഴിച്ചു തരുമെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇല്ല, എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു. അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഉസ്മാൻ തങ്ങളെ. കാരണം ഉസ്മാൻ തങ്ങളെ പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് ചിലവടിച്ച മുത്തുനബി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചാൽ വല്ലാത്ത മനസ്സാ കോരിക്കൊടുക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബാ ലികുല്ലി നബിയ്യിൻ റഫീഖി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലികുല്ലി നബിയ്യിൻ റഫീഖി വറഫീഖി ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്. എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് പ്രവാചകൻ അവിടെന്ന് പറയാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ കൊടുക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരിക്കൽ പടച്ചവനെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജനങ്ങൾ മുഴുവനും വല്ലാത്ത ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ, വല്ലാത്ത പട്ടിണിയാണ്, എല്ലാവരും പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, കുറച്ചു പണത്തിന്റെ ആവശ്യമുണ്ട് സഹാബാ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ കൊടുക്കാൻ ആരാണ് തയ്യാറുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിക്കകത്തിരിക്കുമ്പോ, വെള്ളിയാഴ്ച പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുന്നിലൂടെ ബക്കറ്റുമായി കൊണ്ടുപോകുമ്പോ അതിനകത്ത് 10 രൂപ ഇടാൻ മടിക്കുന്ന മുസ്ലിമേ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ അവിടെ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവന് ടിപ്പ് കൊടുക്കുന്ന പൈസ പോലും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ മടിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദഖ ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പടച്ചവനെ യുദ്ധം നടക്കാൻ പോവുകയാണ്. എല്ലാവരും വല്ലാത്ത പട്ടിണിയിലാണ്. പടച്ചവനെ, ഒന്നും കയ്യിലില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സദഖ ചോദിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ചിന്തിക്ക് സഹോദര, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, 950 ഒട്ടകങ്ങള്, അല്ലാഹുവേ 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 950 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. എത്ര വിലയായിരിക്കും സഹോദരാ, എത്ര സമ്പത്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 50 ഒട്ടക, 950 ഒട്ടകങ്ങള്, അവിടുന്ന് 50 കുതിരകള്, 10,000-ഓളം വരുന്ന സ്വർണ്ണ നാണയങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടു കൊടുക്കുമ്പോ അതായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
പടച്ചവനെ തബൂക്ക് യുദ്ധം നടക്കാൻ പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനതാ അതാ പള്ളിയുടെ മിഹ്റാബിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുന്നു, സ്വഹാബാ ആരാ സഹായിക്കാറുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നബിയേ 100 ഒട്ടകങ്ങളും അതിനാവശ്യമുള്ള സർവ്വ സാധനങ്ങളും. യുദ്ധത്തിന് പോകുമ്പോൾ ഒട്ടകത്തിന്റെ മുകളിൽ കട്ടിൽ വേണമല്ലോ, അതിനാവശ്യമായ സർവ്വതും 100 ഒട്ടകങ്ങൾ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിച്ചു, പിന്നെയും ചോദിച്ചു, സഹാബ ആരെങ്കിലും ഉണ്ടോ? ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അത് കൂട്ടാതെ 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതെ നിന്നു. മൂന്നാമതും കുറച്ച് കഴിഞ്ഞിട്ട് പ്രവാചകം ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് 300 ഒട്ടകം ഞാൻ തരാ നബിയേ. അവിടെ നിന്ന് സ്വഹാബത്ത് പറയുകയാണ്, റസൂലുള്ളാഹ് ചോദിച്ചിരുന്നെങ്കിൽ ഉസ്മാനിന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയായിരുന്നു. സദഖയുടെ വിഷയത്തിൽ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മദീനത്ത് പോകുമല്ലോ, ഉംറയ്ക്കും ഹജ്ജിനും പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ പല സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോകുമല്ലോ. ഒരു കിണറിന് കാണാ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മദീനത്ത് കടന്നു ചെല്ലുമ്പോ അതാ എല്ലാവരും വെള്ളം കോരുന്ന ഒരു കിണറിൽ നിന്നാണ്. എല്ലാവർക്കും വെള്ളം കിട്ടുന്നത് ഒരു കിണറിൽ നിന്നാണ്. പടച്ചവനെ, റോമാ കിണർ എന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത്? ആരാണ് ഈ കിണർ വാങ്ങിക്കൊടുക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 35,000 വെള്ളി നാണയമാ കൊടുത്തത്. ആ മനുഷ്യൻ ചോദിച്ചതങ്ങ് കൊടുത്ത് 35,000-ഓളം വരുന്ന വെള്ളി നാണയങ്ങൾ കൊടുത്തിട്ട് ആ കിണർ വാങ്ങിയിട്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് കിണറിതാ നബിയേ, ആർക്ക് വേണമെങ്കിലും കോരി കുടിക്കാൻ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു പറയണം, ഇന്ന് നമ്മൾ പരിശുദ്ധമായ കഅബാലയത്തിൽ പോകുമല്ലോ, മുത്തുനബിയുടെ മസ്ജിദ് നബവിയിൽ പോകുമല്ലോ. ആരാ സ്ഥലം വാങ്ങിക്കൊടുത്തതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, സദഖ എന്ന് പറഞ്ഞാൽ ഇതല്ലേ സഹോദരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് നിൽക്കുമ്പോ മസ്ജിദ് നബവിക്ക് പടച്ചവനെ സ്ഥലമില്ലായിരുന്നു. ഒരു ചെറിയ കൂരയായിരുന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണ്? പള്ളിയുടെ വിപുലീകരണത്തിന്റെ സമയമെത്തിയപ്പോ പടച്ചവനെ ചോദിക്കുന്നത് വല്ലാത്ത വിലയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാ വാങ്ങിത്തരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ചോദിച്ച പണം കൊടുത്താ വാങ്ങിക്കൊടുത്തത്. ചോദിച്ച പണം കൊടുത്തിട്ടാ വാങ്ങിക്കൊടുത്തത്. മക്കം ഫത്ഹ് കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ടവരെ മക്കയിൽ കടന്നു വന്നു. പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹ് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയം. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഹൃദയം, തന്റെ നെഞ്ച് ചേർത്ത് വെച്ചിട്ട് ദുആ ചെയ്ത, അല്ലാഹുവേ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ആ കഅബാലയത്തിന്റെ കില്ലയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ കഅബാലയത്തിൽ ചെല്ലാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് സ്ഥലം വാങ്ങാൻ പൈസ കൊടുത്ത സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മക്കത്ത് ചെല്ല്, മദീനത്ത് ചെല്ല്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ കാണാം ഈ കിണർ ബിർ ഉസ്മാൻ എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഉണ്ട്. ഇന്നും നമുക്ക് പോയി കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൈസ നോക്കാറില്ല. അതങ്ങനെ ഏതോ ഒരു അറാബിയായ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമല്ല, ഒരു മനുഷ്യൻ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞു? അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ പറഞ്ഞു വിട്ടതാ, മുഹമ്മദ് നബി പറഞ്ഞു വിട്ടതാ, എനിക്ക് എന്തെങ്കിലും തരാൻ. ആ മനുഷ്യനോട് പറഞ്ഞു, കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആരാ പറഞ്ഞു വിട്ടെ? പിന്നെയും ചോദിച്ചു, ആരാ പറഞ്ഞു വിട്ടെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കൊടുത്തു.
പിന്നെയും ചോദിച്ചു, ആരാ പറഞ്ഞു വിട്ടെ? അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, എന്തേ ഉസ്മാൻ, എന്നെ നീ കളിയാക്കുവാണോ? അല്ല, നിന്റെ നാവ് കൊണ്ട് മുത്തുനബിയുടെ പേര് പറയുന്നത് കേട്ടപ്പോ ഒരു വല്ലാത്ത സന്തോഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നിന്റെ നാവ് കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ഒരു സന്തോഷം. നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്ന എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ നിനക്ക് തരും. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അതായിരുന്നു പ്രവാചകനോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് അതായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ സ്വഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഗുണം സദഖയുടെ കാര്യത്തിൽ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു. എല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തയ്യാറായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഗുണമെന്തെന്ന് വെച്ചാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് വല്ലാത്ത ഭയം, അള്ളാഹുവിനെ വല്ലാത്ത ഭയം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിനെ വല്ലാതെ ഭയന്ന് ജീവിച്ചിരുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ, അള്ളാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. മഹാനവറുകൾ പടച്ചവനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴായിരുന്നെന്നറിയുമോ? നരകത്തെ കുറിച്ച് പറയുമ്പോഴല്ല, അള്ളാഹുവേ മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴല്ല, ഹിസാബിനെ കുറിച്ച് പറയുമ്പോഴല്ല, അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെങ്ങാണം മുത്തുനബിയെങ്ങാണം ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീര് താടിരോമത്തിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ്. വല്ലാത്ത കരച്ചിലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട കരഞ്ഞു വീഴുമായിരുന്നു സഹോദരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറങ്ങാണം കണ്ടാൽ കരഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് താഴെ വീഴുമായിരുന്നു. അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന, ഉസ്മാൻ തങ്ങളെ, എന്തേ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, മരണം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ? അള്ളാഹുവിന്റെ നരകവും മസ്റയും സിറാത്തും മീസാനും വിചാരണയൊക്കെ പറയുമ്പോ അങ്ങ് കരയാറുണ്ട്, പക്ഷേ ഖബർ കാണുമ്പോ കരയുന്നത് പോലെ അങ്ങ് കരയാറില്ലല്ലോ. മഹാനായ ഉസ്മാൻ തങ്ങളോട് ചോദിച്ചു, എന്തേ ഖബർ കാണുമ്പോ ഇങ്ങനെ കരയുന്നത്? സഹാബാ, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഖബർ കാണുമ്പോ കരയാറുള്ള കാരണം എന്തെന്നറിയോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്, ആഖിറത്തിലേക്കുള്ള ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ ഖബറിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടും സ്വഹാബാ. ഒരാൾ ഖബറിനകത്ത് പരാജയപ്പെട്ടു പോയാൽ, 6 അടി മണ്ണിൽ ആരെങ്കിലും തോറ്റുപോയാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവന് തോറ്റുപോകും സ്വഹാബാ. അപ്പൊ രക്ഷപ്പെടേണ്ടത് ഖബറിന്റെ അകത്തല്ലേ? ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടാലല്ലേ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടൂ. അതുകൊണ്ടാണ് ഖബർ കാണുമ്പോ, ഖബറിനെ കുറിച്ച് പറയുമ്പോ എന്റെ താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുന്നതെന്ന് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, പടച്ചവനെ, ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ ആരാ കരയുന്നത്? ഖബർ കണ്ടാ, എടാ, ഖബറിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന സമയത്ത് പോലും ഈ പാതിരാത്രി 10 മണി സമയത്ത് ഈ കാണുന്ന പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ ഇറങ്ങിപ്പോയി നിന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞ, അവിടെ പോയി നിന്ന് ഫോൺ വിളിക്കാൻ നമ്മളിൽ പലരും തയ്യാറാ. ആർക്കാ പേടിയുള്ളത്? ആകെ പേടിയുള്ളത് ആ ഖബറിൽ കിടക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂടെ കയറി വരുമോ എന്ന പേടിയല്ലാതെ. നാളെ ഞാനും നിങ്ങളും അവിടെ പോയി കിടക്കേണ്ടവരാണല്ലോ. അത് ഏകാന്തതയുടെ വീടാണല്ലോ. ഒരു മനുഷ്യനും അതിനകത്ത് കടന്നു വരില്ലല്ലോ. അത് ഇരുളിന്റെ വീടാണല്ലോ. അത് പുഴുക്കളുടെ വീടാണല്ലോ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ
സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേസന് വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ആർക്കാ ചിന്തയുള്ളത്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണെത്ര മനോഹരമാണ്. അവിടെ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, എന്നെ ഖബറിൽ കൊണ്ടുവച്ചിട്ട് 3 ദിവസം കഴിഞ്ഞെന്ന് വന്ന് നോക്കാൻ പറ്റുമോ? അല്ലാഹുവേ, ഇന്ന് കാണാൻ പടച്ചവരെ വലിയ ഗ്ലാമറൊന്നുമില്ലെങ്കിലും ഇന്നെന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ. എന്നാ എന്നെ മരിച്ച് മൂന്നിൻ്റെന്ന് നിങ്ങൾ ആരെങ്കിലും എന്റെ കബറിന്റെ ചാരത്ത് വന്ന് പലകയെടുക്കാൻ കഴിയുമോ സഹോദരാ? ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണുണ്ടല്ലോ എന്റെ മുഖത്തുകൂടെ എന്റെ കവിളിലൂടെ ഒലിച്ചിങ്ങനെ ഇറങ്ങിയിരിക്കുകയാ. എന്റെ ചുണ്ടുകൾ മുഴുവനും മണ്ണ് തിന്നിരിക്കുകയാണ്. ഈ മനോഹരമായ മുഖമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, മൂക്കു പൊത്താതെ നിങ്ങൾക്ക് എന്നെ നോക്കാൻ കഴിയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വയറിങ്ങനെ ബലൂണ് വീർക്കുന്നത് പോലെ വീർക്കുകയാണ്. പടച്ച റബ്ബേ, വീർത്ത് വീർത്ത് മുകളിൽ അടുക്കി വച്ചിരിക്കുന്ന ആ പലകയുടെ ഭാഗം വരെ എന്റെ വയറിങ്ങനെ വീർത്ത് വീർത്ത് വന്നിരിക്കുകയാ. പിന്നെ പോകാ സ്ഥലമില്ലല്ലോ, മുകളിലോട്ട് ഉയരാ സ്ഥലമില്ലല്ലോ. അല്ലാ, ബലൂണ് പൊട്ടുന്നത് പോലെ എന്റെ വയറ് പൊട്ടുമല്ലോ. പിന്നെ പുഴുക്കൾക്ക് ആഘോഷമല്ലേ, പിന്നെ മണ്ണിനും പുഴുക്കൾക്കും ഇടജന്തുക്കൾക്കും ഈ സിറാജിന്റെ ശരീരം തിന്നാർ എന്തൊരു ഉത്സാഹമായിരിക്കും സഹോദരാ. ഇതല്ലേ എന്റെ അവസ്ഥ, ഇതല്ലേ നിങ്ങളുടെ അവസ്ഥ. ഈ പായിപ്പാട് കള്ളിയുടെ ഖബർസാലിൽ ഇറങ്ങി പോകുമ്പോ ആർക്കാത് തോന്നാറുള്ളത്? ഞാനും ഒരു ദിവസം പോകണമല്ലോ. അല്ലാഹുവേ, ജീവിതത്തിൽ ഏകാന്തതയുടെ വീട്, ജീവിതത്തിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇന്ന് ഞാനിവിടെ ജീവിക്കുമ്പോ എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യ മക്കളുണ്ട്, എന്റെ കൂടപ്പിറപ്പുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്റെ ജമാഅത്തിൽ ആൾക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പടച്ച റബ്ബേ, നാളെ മരിച്ചു പടച്ച റബ്ബിന്റെ പരലോകത്ത് പോയാ അവിടെയും സിറാജ് ഒറ്റയ്ക്കല്ല. ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 1,24,000-ൽ പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സമുദായം മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലുണ്ടല്ലോ. സിറാജ് അവിടെയും ഒറ്റയ്ക്കല്ല. ഇനി എങ്ങാണം അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയാൽ ആ സ്വർഗത്തിൽ മുത്തുനബിയുണ്ടല്ലോ. ആ സ്വർഗത്തിലേക്ക് അല്ലാഹു എന്നെ സ്വർഗത്തിന്റെ അവകാശിയിൽപ്പെടുത്തിയാൽ ആദം നബിയെ കാണാ, നൂഹ് നബിയെ കാണാ, മൂസാ നബിയെ കാണാ, യൂനുസ് നബിയെ കാണാ, ദാവൂദ് നബിയെ കാണാ, യാക്കൂബ് നബിയെ കാണാ, യൂസുഫ് നബിയെ കാണാ, യഹ്യാ നബിയെ കാണാ, ഈസാ നബിയെ കാണാ. ആ പ്രവാചകന്മാരുടെ കൂടെ ഒരുപാട് പേര്. എന്തിന് അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും സ്വർഗത്തിലുണ്ട്. സിറാജ് സ്വർഗത്തിൽ ഒറ്റയ്ക്കല്ല. ഇനി അല്ലാഹു എന്നെ കാക്കട്ടെ, റബ്ബെങ്ങാണം എന്നെ നരകത്തിൽ വലിച്ചെറിഞ്ഞ അവിടെ ഞാൻ ഒറ്റയ്ക്കല്ല. അവിടെ ഇബ്ലീസ് ഉണ്ട്, കാറൂനുണ്ട്, നമ്രൂദുണ്ട്, ഫിറഔനുണ്ട്, അബൂജഹലുണ്ട്, ഹാമാനുണ്ട്. പടച്ചവനെ, കള്ളുകുടിയനും പെണ്ണുപിടിയനും വ്യഭിചാരിയും പലിശക്കാരനും ഒരുപാട് പേര് നരകത്തിലുമുണ്ട്. അപ്പൊ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എതെവിടെന്നറിയോ? എടത്തറ പള്ളിയുടെ പള്ളിപ്പറമ്പിലാടെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആകെ ഒറ്റയ്ക്ക് കിടക്കണ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. എവിടാ? അത് ഈ കാണുന്ന പള്ളിപ്പറമ്പില. അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ, അല്ലാഹു മണിയറയാക്കി തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ കരയും. ഖബർ കണ്ടാ പിന്നെ പറയേണ്ടതില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളോ
നമ്മൾ എത്ര പേരാപ്പ കരഞ്ഞിട്ട് കണ്ണുനീര് കാരണം പുല്ല് കളിക്കണ എത്ര പേരുണ്ട്? നമ്മൾ പള്ളിപ്പറമ്പിലേക്ക് പോകാൻ പേടിയാ, നമുക്ക് പള്ളിപ്പറമ്പിൽ പോകാൻ പേടിയാ. കാരണം എന്തേ? അവിടെ കിടക്കണ ആരെങ്കിലും കൂടെ വന്നാലോ? ഇല്ലേ ശരിയാണ്, അതല്ലേ നമ്മുടെ പേടി. ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഈ കാണുന്ന പള്ളിപ്പറമ്പൊന്ന് കറങ്ങി വരാൻ പറഞ്ഞ എത്ര പേരാ പോവാ? നമുക്ക് പേടി, ആകെയുള്ള പേടി അവിടെ കിടക്കണ ആരെങ്കിലും ചെയ്ത ശരീരത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉസ്താദേ. ഇതാ നമ്മുടെ പേടി. എന്നാൽ അല്ലാഹുവേ, ഞാനും നാളെ അവിടെ പോയി കിടക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മളിൽ എത്ര പേർക്കാ ഉണ്ടാവുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കും. മഹാനായ നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു സഹാബി വന്നിട്ട് അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, നന്നാകാനൊരു വഴി പറഞ്ഞതാ. നന്നാകാനൊരു വഴി പറഞ്ഞ അബൂദർ റളിയല്ലാഹു തആല സാധാ സഹാബി എന്നല്ല, ഈ ചോദിക്കുന്നത് സാധാരണ ആളൊന്നുമല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു. ആ അബൂദർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പറയാ, നബി, അങ്ങനെ സഹാബത്ത് അങ്ങനെ ആയിരുന്നു. അബൂബക്കറെ നീ സ്വർഗത്തില, ഉമറെ നീ സ്വർഗത്തില, ഉസ്മാനെ നീ സ്വർഗത്തില എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മുടെ സ്വർഗത്തിലില്ല, ഇനി എന്താ പേടിക്കുക? അതാ എങ്ങനെ ഇരുന്ന്? എടാ, അള്ളാന്റെ റസൂൽ എന്തിന് ബദറിൽ പങ്കെടുത്ത സഹാബത്തിനോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഇനിയൊരു കുഴപ്പമില്ല. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ അള്ളാഹ് പുറത്തുനിന്നിരിക്കുക, ചെയ്തതും ചെയ്യാനുള്ളതും. എന്നിട്ട് പറഞ്ഞ പിന്നെ എന്തും ചെയ്യാന്നല്ലല്ലോപ്പാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു നന്നാകണം, ഒരു ഉപദേശം തരാൻ. അവിടെ നിന്ന് പറഞ്ഞു, പള്ളിപ്പറമ്പിൽ പോവാനാ പറഞ്ഞു. എവിടെ പറഞ്ഞു? നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പള്ളിപ്പറമ്പിൽ പോകും. സത്യവാ സഹോദര, നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ പോയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് പോയാൽ മതി. നാളെ ഉച്ചയ്ക്ക്, നാളെ നട്ടുച്ചയ്ക്ക് പോകണ്ട. നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ പോയി ഒറ്റയ്ക്ക് ഒന്ന് നിൽക്കണം. ഇങ്ങനെ നിന്നാ മതി. ഇങ്ങനെ ഒന്ന് നിന്ന് നോക്ക്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരും. ഉറപ്പായിട്ടും നിങ്ങൾ ആ പള്ളിപ്പറമ്പിൽ ഒറ്റയ്ക്കൊന്ന് പോയി നിന്നാ മതി. അള്ളാഹുവേ, എന്നെ പോലെ നടന്ന് എത്ര പേരാ അള്ളാഹ് ഇതിനകത്ത് കിടക്കണേ. ഞാനും വന്നിവിടെ നാളെ പല ഖബറും ഇടിഞ്ഞു കിടക്ക. ഇവിടെ ഖബർ ഇടിയാറുണ്ടോ? പല ഖബറുകൾ ഇടിഞ്ഞു കിടക്ക. ഇപ്പൊ വളരെ പരിതാപകരമായ അവസ്ഥയിലൊക്കെ ഇങ്ങനെ ഖബർ കിടക്കുമ്പോ നമ്മളിതൊക്കെ കാണുമ്പോ ഒരു നിമിഷമെങ്കിലും നമുക്കൊന്ന് തോന്നും, സഹോദര, എല്ലാത്തിന്റെ അഹങ്കാരം അവിടെ ചെല്ലുമ്പോ തീരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ട കരയും. അള്ളാഹിനെ വല്ലാത്ത പേടി, അള്ളാഹുവിനെ വല്ലാത്ത ഭയമായിരുന്നു. പടച്ച റബ്ബിനെ വല്ലാതെ പേടിച്ചു ജീവിച്ചിരുന്നു മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല. ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണാധികാരിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അത് കഴിഞ്ഞ് മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഭരണം ഏറ്റെടുത്തു. 6 വർഷക്കാലം നല്ല മനോഹരമായ നല്ല നിലയിൽ അൽഹംദുലില്ലാഹ് 6 വർഷക്കാലം നല്ല രീതിയിലുള്ള ഭരണമായിരുന്നു. പക്ഷെ 6 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എല്ലാം ഉണ്ടല്ലോ വിഷയങ്ങൾ, പല വിഷയങ്ങളുമായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ അന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. ഏകദേശമുള്ള എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കീഴിലായിരുന്നു. ആ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും ഇവരെ തകർക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുനാഫിക്കുകൾ, ജൂതന്മാർ പുതിയ തന്ത്രവുമായി മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിച്ച് 2 തട്ടിലാക്കിയാലല്ലാതെ ഇനി ഒരിക്കലും ഇവർ തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുനാഫിക്കീങ്ങൾ അവിടെ നിന്ന് ഇസ്ലാം മുസ്ലിമാണെന്ന് പറഞ്ഞു സഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ മോശക്കാരാക്കാൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ആരോപണങ്ങൾ നടത്തി. ഒന്നാമത്തെ ആരോപണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അഴിമതി നടത്തി. തൻ്റെ കുടുംബക്കാർക്ക് മാത്രം സമ്പാദ്യം കൊടുക്കുന്നു എന്നൊരു ഇങ്ങനെ പറഞ്ഞു വരുത്തി. സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അവർ പറഞ്ഞ ഒരു കാരണം, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കുടുംബക്കാർക്ക് മുഴുവനും അധികാരം കൊടുക്കുന്നു. ഇങ്ങനെ ചില വിഷയങ്ങൾ, സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. വെറുതെ ചില വിഷയങ്ങൾ ഉണ്ടാക്കി അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ മുനാഫിക്കീങ്ങളാ മുൻപന്തിയിൽ നിന്നത്. മുനാഫിക്കീങ്ങളായിരുന്നു. പിന്നെ ആദ്യമായിട്ട് മുനാഫിക്കീങ്ങളും പുതിയ പുതിയ മുസ്ലിമീങ്ങൾ. അങ്ങനാണല്ലോ, ഏത് കാര്യത്തിലും പിഴപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടല്ലോ.
ഏതൊരു കാര്യത്തിനും അവിടെ നിന്ന് പിഴപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മുനാഫിക്കീങ്ങൾ ഓരോ രാജ്യത്തും പോയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആളെ കൂട്ടി ഓരോ രാജ്യത്ത് പോയി. ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും പരാജയപ്പെട്ടു. അവസാനം മിസ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വരെ തയ്യാറായി വന്നത്. ചരിത്രം അവിടെ നിന്ന് പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനിന്റെ വഫാത്ത് നമ്മളെ വല്ലാതെ